അതേ നമ്മുടെ വേപ്പിലക്കട്ടി റെഡിയായി. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചാൽ നമുക്ക് ഊണ് കഴിക്കുമ്പോഴോ കഞ്ഞി കുടിക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാം. പറയണില്ല വലിയ ബിഹൈൻഡ് ദ സീൻസ്. നമ്മൾ വടുകപ്പുളി നാരങ്ങ പൊട്ടിക്കാൻ വന്ന് വടുകപ്പുളി നാരകത്തിൻ്റെ ഇല പൊട്ടിക്കാൻ വന്നിട്ടാണ്. നമ്മുടെ വീട്ടിലെ വടുകപ്പുളി നാരകമാണത്. നിറച്ച് പുളിയുറുമ്പാണ്. നമ്മൾ കുറച്ച് ഇല പൊട്ടിക്കാൻ വന്നതാണ്. മറ്റേ വേപ്പിലക്കട്ടി ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് എല്ലാ പ്രാവശ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. മക്കൾക്കും അതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി നിറച്ച് ഇലയുണ്ട്, നിറച്ച് പുളിയുറുമ്പും ഉണ്ട്. ഇതേ നാരകം കണ്ടില്ലേ, നിറച്ച് പുളിയുറുമ്പ് കൂടാണ്. നാരങ്ങ ഇതേ ഉണ്ടായി നിൽക്കുന്നു. നിറച്ച് നാരകവും ഉണ്ട്. ഒരുവിധം കാറ്ററിങ്ങിലേക്ക് സദ്യക്കുള്ളത് നാരങ്ങയൊക്കെ ഇതിന്ന് കിട്ടും. അവരിവിടെ നിന്നാണ് പൊട്ടിക്കാറ്. നിറച്ച് പുളിയുറുമ്പിൻ്റെ കൂടാണ്, അതുകൊണ്ട് നിന്ന് പൊട്ടിക്കാൻ വിഷമമാണ്. നമ്മൾ കുറച്ച് ഇല പൊട്ടിച്ച് വേഗം പോവുകയാണ്. വേപ്പിലക്കട്ടിക്കുള്ള ഇലയായി കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇത്രയും നാരകത്തിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് ശരിയാക്കാം. ഇവിടെ നിറച്ച് പുളിയുറുമ്പാണ്. എന്താ അറിയില്ല, ഇപ്രാവശ്യം പുളിയുറുമ്പ് മറ്റേത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഭയങ്കര പുളിയുറുമ്പ് ശല്യമാണ്. നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കാൻ എളുപ്പമില്ല. ഇതൊക്കെ മുകളിലാണ് ഇല. ഇപ്പോൾ തളിർത്ത് വരികയാണ്. നമുക്ക് തളിർത്ത ഇലയല്ല, അധികം മൂക്കാത്തതും വേണം, അധികം തളിരല്ലാത്ത ഇലയാണ് വേണ്ടത്. ഒരു മീഡിയം മൂപ്പായിട്ടുള്ള ഇലയാണ് വേണ്ടത്. നല്ല മേത്താകെ പുളിയുറുമ്പ് കയറി. അതായത് നാരങ്ങ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, സദ്യക്കുള്ള നാരങ്ങയൊക്കെ ഇവിടുത്തെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതുണ്ടായി വരുന്നുണ്ട് പുതിയത് നാരകം. അപ്പോൾ നമുക്ക് ബാക്കി നേരിയാക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ നാരകത്തിൻ്റെ ഇലയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് കരിവേപ്പിൻ്റെ ഇലയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പാണ്, നല്ല മണമുള്ള കരിവേപ്പാണ്. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അതിലേക്ക് കൂട്ടാനുള്ള സാധനങ്ങൾ ചേരുവകൾ നോക്കാം. അപ്പോൾ നമ്മൾ വേപ്പിലക്കട്ടിക്ക് വറുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കായം, അതിലിട്ട് അതൊന്ന് മൂത്ത് വരണ വരെ പതുക്കനെ തീയിൽ ഉള്ളിൽ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ കരിയും, ഉള്ളിൽ ആവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം കായം. നമ്മുടെ കായം ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 2 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉഴുന്ന് പരിപ്പ് ചെറിയ തീയിലിട്ട് ഇതും നമുക്കൊന്ന് ചെറിയ ചുവപ്പ് നിറം ആകുമ്പോഴേക്ക് അത് എടുക്കണം. നാര് കളഞ്ഞ ഇല നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ഇതിലത്തെ മണം പോവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അധികം വഴറ്റരുത്. വെള്ളത്തിൻ്റെ അംശമില്ലാതെ കഴുകി തുടച്ചിട്ട് വേണം എല്ലാം നമ്മൾ വൃത്തിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിടുമ്പോൾ അധികം ഒന്ന് ചെയ്യാൻ പാടില്ല. അധികം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ നല്ലൊരു മണം, നാരകത്തിൻ്റെ എല്ലയുടെ ആ മണം പോയാൽ പിന്നെ നമുക്ക് ആ വേപ്പിലക്കറിയുടെ ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് കരിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ വളരെ ചെറിയ തീയിലിട്ട് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. നമുക്കിത് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു മുകളിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്താ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൂപ്പൽ വരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് വെള്ളമുള്ള ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റാണത്. ഇത് നമ്മൾ കുറച്ച് നാൾ എടുത്ത് വെക്കണ കാരണം നമുക്ക് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നല്ല വറുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് കറിവേപ്പില. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും ഫ്രഷാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മണവും ഇതൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഫ്രഷായിട്ട് എപ്പോഴും യൂസ് ചെയ്യുക. അധികം പൊട്ടിച്ച് വാട്ടി വെക്കാണ്ട് പൊട്ടിച്ച് ഉടനെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ മണം പോവാതെ കിട്ടും. നാരകത്തിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ മണം. നമുക്ക് പിന്നെ രുചിയില്ലാത്ത നമുക്ക് അരുചിയൊക്കെ അനുഭവപ്പെടുക, വല്ല പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാനായാലും കുറച്ച് ഊണ് കഴിക്കാനായാലും വായയ്ക്ക് നല്ല രുചി തോന്നുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അതുമാതിരി ദഹനത്തിന് കൂടുതലാക്കാനുള്ള ഒരു ഇതാണ് കരിവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. നമ്മൾ സംഭാരത്തിലൊക്കെ നാരകത്തിൻ്റെ ഇല, കരിവേപ്പിൻ്റെ ഇലയൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ സംഭാരം കൂട്ടിയിരുന്നത് ദഹനം കൂട്ടാനായിരുന്നു. ഊണ് കഴിഞ്ഞാലുള്ള ദഹനക്കേട് മാറാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാരകത്തിൻ്റെ ഇലയും കരിവേപ്പിൻ്റെ ഇലയും കൂടിയുള്ള വേപ്പിലക്കട്ടി വളരെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെ അതും മെല്ലെ ഒന്ന് പറഞ്ഞ മാതിരി വാട്ടിയെടുത്തിട്ടുണ്ട്. ആ മുകളിലത്തെ ജലാംശം വല്ലാണ്ട് ഉള്ളതൊന്ന് മാറി കിട്ടണം, അത്രയേ ഉണ്ടോ. ഇനി നമ്മളതിലേക്ക് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ട് കുറച്ച് പച്ചമുളകും കൂടി. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റിയാണ്. നമ്മുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പലരും പലതരത്തിലുണ്ടാക്കും. നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ്. മുളകും മൂത്തുണ്ട്. ഇനി നമുക്ക് ഇലകളൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് പുളി നമ്മൾ ഒന്ന് ചൂടാക്കിയിടണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റാനും പിന്നെ കേടുകൂടാതിരിക്കാനും ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ എല്ലാത്തിലും ഒന്ന് മിക്സ് ആവാനൊക്കെ നല്ലതല്ല. ഇങ്ങനെ പശ പോലെ ഇരിക്കും അത്. അപ്പോൾ അത് കാരണം ചൂടാക്കിയ തരിതരിയായിട്ട് പൊടിഞ്ഞ് എല്ലാവരുടെയും യോജിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വറുത്ത കായം, മുളക്, പച്ചമുളക്, അതുമാതിരി ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം മിക്സി ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലകളെല്ലാം കൂട്ടി പൊടിക്കാം. അല്ലെങ്കിൽ പിന്നെ ഉഴുന്ന് പരിപ്പ് ശരിക്കും പൊടിയില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ചേരുവകൾ ആദ്യം പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ പുളിയും ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ എല്ലാം ഒരുപോലെ യോജിച്ച് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ വേപ്പിലക്കട്ടി പൊടിച്ച് എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലെണ്ണ കൂട്ടി ചെറിയ ഉരുളകളാക്കി നമുക്ക് ടിന്നിലാക്കി അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാം. അതുപോലെ ചെറിയ ബോൾസാക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം.
അതേ നമ്മുടെ വേപ്പിലക്കട്ടി റെഡിയായി. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചാൽ നമുക്ക് ഊണ് കഴിക്കുമ്പോഴോ കഞ്ഞി കുടിക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇഡ്ലിക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. നമുക്ക് എന്താ ഇഷ്ടം, ദോശയ്ക്കോ ഒക്കെ ഒരു ഉരുള എടുത്ത് ഒന്ന് എണ്ണയിൽ ചാലിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായി നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതുമാതിരി ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒപ്പം വിശേഷമാണ്. വല്ല പനിയോ അതുപോലെ വായിക്ക് രുചിയില്ലാത്ത സമയത്ത് പ്രായമായിരിക്കും കൂടുതലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.